ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ച് തിമിർത്ത് തകർത്തിരിക്കുകയാണ്. നാളെ മുതൽ സ്കൂൾ തുറക്കുകയാണ്. സാധാരണ രീതിയിലെല്ലാം പ്രവർത്തനത്തിലേക്ക് വരികയാണ്. എന്നാൽ പലയിടങ്ങളിലും ഓണാഘോഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 28ാം ഓണം വരെയും ആഘോഷിക്കുന്ന ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും കാലാവസ്ഥയൊക്കെ തന്നെ തികച്ചും തെളിഞ്ഞതായിരുന്നു. ഓണം വെള്ളത്തിലാകുമോ എന്നൊരു ഭയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ടപ്പോൾ നമ്മളൊന്ന് ഭയന്നിരുന്നു. എന്നാൽ പലയിടങ്ങളിലും അത്തരം ഒരു സംഭവ വികാസം നടന്നിട്ടില്ല. മഴയും ഒന്ന് മാറി നിൽക്കുകയാണോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓണം നമ്മൾ അടിച്ചുപൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഓണമെല്ലാം തീരാൻ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതാ വീണ്ടും കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകാൻ പോകുന്നു എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരികയാണ്. നാളെ മുതലാണ് ഈ ഒരു മുന്നറിയിപ്പിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് നൽകുന്നത്. നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയ മഴ തിരിച്ചെത്തുമെന്നാണ് പ്രവചനം. ഇത് പ്രകാരം നാളെ മുതൽ 3 ദിവസത്തേക്ക് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 2 ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലായിരിക്കും മഴ ഇക്കുറി കൂടുതൽ ശക്തമാവുക എന്നാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ചയും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിൽ 9-ാം തീയതി മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട്. 9-ാം തീയതി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്നാണ് ഓണം ഘോഷയാത്ര, സമാപന ദിവസത്തോടനുബന്ധിച്ചുള്ള ഓണം ഘോഷയാത്ര തിരുവനന്തപുരത്ത് അന്നാണ് നടക്കുന്നത്. അപ്പോൾ ഓണം ഘോഷയാത്രയൊക്കെ തന്നെ വെള്ളത്തിലാകുമോ എന്നൊരു ഭയം പലർക്കും ഉണ്ടായിരിക്കാം. ഇനി 10-ാം തീയതി വരികയാണെങ്കിൽ പത്തനംതിട്ടയിലും ഇടുക്കിയിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം വരുന്നുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 8, 9, 10 തീയതികൾ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 7-ാം തീയതി മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രത നിർദ്ദേശം 7, 9, 10 തീയതികളിലുണ്ട്. സൊമാലിയ, ഒമാൻ തീരങ്ങൾ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 7-ാം തീയതി വരുമ്പോൾ വടക്കൻ കൊങ്കൺ തീരങ്ങൾ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 8-ാം തീയതി ഗുജറാത്ത് തീരങ്ങൾ, വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങൾ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സൊമാലിയ, ഒമാൻ തീരങ്ങൾ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങൾ മണിക്കൂർ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്കൻ അറബിക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്.